വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. സോ പൊന്നൂസേ ഒരു ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞ പൊന്നു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടേ ഉള്ളൂ. ഇന്നലെ ഭയങ്കര ഇടിവെട്ടും മഴയും കാറ്റൊക്കെ ആയതുകൊണ്ടും നമ്മള് ലേറ്റായി എത്താനും ലേറ്റായി, ഉറങ്ങാനും ലേറ്റായി. അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ ഇതുവരെ പോവാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഗുരുവായൂരുള്ള ആനക്കൊട്ടിലോട്ടാണ് പോകുന്നത്. പൊന്നു പോയിട്ടുണ്ട്, മുത്തേന്റെ കൂടെ പൊന്നു പോയിട്ടുണ്ട്. മുത്താന്ന് പറയുന്നത് എന്റെ അച്ഛൻ മുത്തശ്ശന്റെ കൂടെ പൊന്നു പോയിട്ടുണ്ട്. അപ്പൊ ആനക്കൊട്ടിൽ പോവാണ്. ഞാൻ ഒരു തികച്ച ആന പ്രേമിയാണ്. ഈരാറ്റുപേട്ട അയ്യപ്പനായിട്ട് ഞാനും ലൈക്കണോ നമ്മള് സത്യം പറഞ്ഞാൽ നിങ്ങളെങ്ങനെ എടുക്കാന്ന് അറിയില്ല. ഞങ്ങൾ ഒരു തവണ എറണാകുളത്ത് അമ്പലത്തിൽ വെച്ച് കണ്ടിട്ട് പഴം കൊടുക്കുകയും അങ്ങനെ എല്ലാ കൊല്ലവും ഇൻസ്റ്റയിലുണ്ട്. അയ്യപ്പന്റെ ആൾക്കാർ ഇവിടെ എത്താറാകുമ്പോൾ നമ്മൾ വിളിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ കോള് വരെ ചെയ്തിട്ട് അയ്യപ്പ എന്നുള്ള ആ ഒരു വലിയ ഒരു കണക്ഷൻ നമ്മൾ തമ്മിലുണ്ട്. അപ്പൊ ഈരാറ്റുപേട്ട അയ്യപ്പൻ ഞാൻ എടുത്തു പറയാൻ കാരണം രാമനും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല, പെട്ടെന്ന് ഈരാറ്റുപേട്ട അയ്യപ്പനായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പൊ എനിക്ക് ഈ പഞ്ചവാദ്യം ആന ഒക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആന കുട്ടി ഉണ്ടാവുമോ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ചെറുത് നമ്മുടെ ആ കൊടകിലത്തെ ചെറുത് പോലെ ഒരു മീഡിയം. ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ആനക്കുട്ടി ഓടി വരണത് നട്ടിരണോ. പിന്നെ വേറൊരു ഹൈലൈറ്റ് വീഡിയോ ഉണ്ടായിരുന്നില്ലേ, ഒരു വെഡിങ് കപ്പിൾസ് നിൽക്കുമ്പോൾ ആന ബാക്കിൽ നിന്ന് ഇങ്ങനെ പട്ട എടുത്ത് തരുന്ന സംഭവങ്ങളൊക്കെ. അപ്പം അങ്ങനെ അല്ലാതെ ഞാൻ ലൈവായിട്ട് കണ്ടില്ല. അപ്പൊ എനിക്ക് പോകണമെന്നും തൊടാൻ പറ്റണമെന്നും അവിടെ നിന്ന് വൈബാവണമെന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ നേരെ വൃന്ദാവനിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ് ടു ഗുരുവായൂരാണ്. അപ്പൊ എന്തായാലും വിഷു ഒക്കെ അടുക്കല്ലേ, അപ്പൊ ആനക്കുട്ടിലും പോകണം. വരണ വഴി കൃഷ്ണനെയും കണ്ടെന്ന് സലാം പറഞ്ഞിട്ട് പോരാനുള്ള പരിപാടിയാണ്. കാലത്തെ വൃന്ദാവൻ ഇന്ന് അവിടെ നല്ല അടിപൊളി കോഫിയാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത്. ലിവ് ഇൻ ദ പ്രസന്റ് മൂവ്മെന്റ്. ഡേ അടിച്ച് പൊളിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ വെറുപ്പിക്കുന്നില്ല. അപ്പം നമുക്കിനി ഗുരുവായൂർ ആനക്കുട്ടിൽ വെച്ച് കാണാം. അങ്ങനെ നല്ല ചൂട് ദോശ കിട്ടി. ഞാൻ പൊന്നുവിനെ ഹെൽപ്പാക്കുമായിരുന്നു കഴിക്കാനായിട്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഗീ റോസ്റ്റും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചമ്മന്തിയാണ്. പുതിനയില ചമ്മന്തിയും കോഫി. മുട്ട കിട്ടോ? വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് മുട്ട മുഴുവൻ കിട്ടോ? അത് ആണാണോ പെണ്ണാണോ നോക്കുക. യെസ്സു വൃന്ദാവനം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൊന്നു നെയ്റോസ്റ്റ് കഴിച്ചു. ഞാൻ എന്താ കഴിച്ചു? ഞാൻ ഹോർലിക്സും പഴമ്പും. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് മൂവ് ആവുക. ഓക്കെ, അപ്പോൾ വായു. കൊച്ചിയുടെ സ്വന്തം ബ്ലോക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും വണ്ടി മൂവായി. ലുലുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ ബ്ലോക്ക് ഉള്ളതാ. അതെ 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 അതെ. അസാധ്യ ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കാറിലായതുകൊണ്ട് നമുക്ക് അത്ര വിഷയമില്ല. പക്ഷെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഹെവി ചൂടാണ്. പൊന്നു ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തേക്കാണ് ഞാൻ. ഇതാ ബോട്ട് വണ്ടിയുടെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈലൈറ്റ്. ആക്ച്വലി ഏർലി മോർണിംഗ് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. 8 മണിക്ക് ഇറങ്ങാൻ പറ്റില്ല, 8:30 ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1:20 ആയി ഇവിടെ എത്തിയപ്പോൾ. വേഴ്സ് ജേർണി എറണാകുളം ടു ഗുരുവായൂർ റൂട്ട്. എൻ്റെ അമ്മ റോഡ് ഒരു രക്ഷയില്ല. ആ കൊടുങ്ങല്ലൂർ മിക്കവാറും ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഒരുപാട് ഗുണാക്കേവ് അവിടെ വരും. വെട്ടി പൊളിച്ചിട്ടേക്കുക. ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. മെസ്സ് ട്രാവൽ ഭയങ്കര ഓക്കോർഡായിരുന്നു. നമുക്ക് ആദ്യം തൃശ്ശൂർ റൂട്ട് കൂടി പോവായിരുന്നു. ബട്ട് ഇത്തിരി വളഞ്ഞു പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എറണാകുളം കൊടുങ്ങല്ലൂർ വാടാനപ്പള്ളി ആ റോഡ് പിടിച്ചത്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായാലും തൃശ്ശൂർ റൂട്ടേ പോകുള്ളൂ. കാരണം ആ ഒരു കൊടുങ്ങല്ലൂർ ആ ഒരു ഏരിയ ഭയങ്കര മെസ്സാണ്. തിരിച്ചും മറിച്ചും മൊത്തം വെട്ടിപ്പൊളിച്ചിട്ടേക്കുക. നമ്മൾ ഫൈനലി നമ്മൾ ഈ സമയപ്പോഴാണ് ഇവിടെ എത്തിയേക്കണത്. ആദ്യം കോട്ടയുടെ എന്താണ് ബാംബു ലീഫിൽ നമ്മളെത്തി. ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളൊരു സ്ഥലത്തേക്ക് ജേർണി, അതായത് വ്ളോഗിനായിട്ടൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ മെയിനായിട്ട് റോഡ് ട്രാവൽ നോക്കണം. കാരണം തലേ ദിവസം തന്നെ നമ്മൾ പ്ലാനാക്കി വെക്കണം. ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്ലാനാക്കി വെക്കും. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ റൂട്ടും കാര്യങ്ങളും റൂട്ട് മാപ്പ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ഗൂഗിൾ വെച്ച് വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം അവരെങ്ങോട്ടോ കൊണ്ടുപോകാൻ വഴി തെറ്റിയിട്ടില്ല. പക്ഷെ റോഡ് ഭയങ്കര മെസ്സായിരുന്നു. അപ്പോൾ നമ്മൾ ഫാമിലി ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ആനക്കോട്ടയിലേക്ക് പോകും. അവിടേക്ക് ജസ്റ്റ് ഒന്ന് കയറി തന്നപ്പോൾ അവിടെ ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് തന്നെ കൊടുക്കണം. അപ്പോൾ പിന്നെ ATM പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ATM പോകുമ്പോൾ എന്നാൽ പിന്നെ ഫുഡും കൂടി കഴിച്ചിട്ട് ആ വഴി അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഫൈനലി നമ്മൾ ബാംബു ലീഫിൽ ഫിഷ് കറി മീൽസും കരിമീൻ പൊള്ളിച്ചതും ഫ്രൈഡ് റൈസ് ചെയ്തു. പിന്നെ എപ്പോഴും ചൈനക്കാരുടെ കുഞ്ഞാണ്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വെയിറ്റിംഗ് ആണ്. ടയർഡായി ഗൈസ്, ലിറ്ററലി ടയർഡായി. ചാർജ് നല്ലോണം അറിയും. ഫുഡ് കഴിച്ച് സെറ്റാക്കിയിട്ട് വേണം ആനകളെ പോയി കാണാൻ. അവിടെ ചെല്ലുമ്പോൾ അവർ മെയ്യാനായിട്ട് മറ്റേ പുഴയിലേക്ക് പോയേക്കാന്ന് പറഞ്ഞാൽ സെറ്റായിരിക്കും ഇന്നത്തെ ജേണി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയൊരു കോസ്റ്റ്യൂം ചേഞ്ച് നടത്തി, ഞാനും പൊന്നും കൂടി. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഷോപ്പ് കണ്ടു. നല്ല നല്ല കോട്ടൺ മെറ്റീരിയൽസും നല്ല ഫ്രോക്കും ചൂട്. എൻ്റെ തല
ചൂട്ടത്ത് ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്. ഗുരുവാർക്ക് വന്നിട്ട് ഏകദേശം ഒരു 5-6 കൊല്ലമായി. ആൻഡ് ദ ബ്യൂട്ടി ഈസ് ഇപ്പോഴും നമ്മൾ ആനക്കോട്ടലിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഭക്ഷണം കഴിച്ച് ഇറങ്ങി. അപ്പം പിന്നെ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പോൾ അവിടെ ATM അവിടെ വന്നേക്കാണ്. അവിടെ ഗൂഗിൾ പേ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഫൈനൽ ആനക്കോട്ടലിലോട്ട് പോവാണ് ഗൈസ്. സോ ഗൈസ് നമ്മൾ ഫൈനലി ഇവിടെ ആനക്കോട്ടയിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കയറുമ്പോൾ തന്നെ എൻട്രി നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുൾ മരമൊക്കെ ആയിട്ട് വെയിലാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇവള് രണ്ടാമത്തെ ടൈമാണ് കാണുന്നത്. പക്ഷെ ആകെ മൊത്തം നല്ലൊരു രസമുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആനെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. തൊടാൻ പറ്റില്ല, ആ കാര്യം തീരുമാനമായി. ഇത്രയേ ഉള്ളൂ. ആന മതപ്പാടിലാണ്. അതിൻ്റെ പേരെന്താണാവോ? ഈ ആന മതപ്പാടിലാണ്, സൂക്ഷിക്കണം, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം എന്നാണ് പറഞ്ഞത്. കാട്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. എന്നാലും പക്ഷെ അവസ്ഥയാണ്, ആനയില്ലാതെ ഉത്സവം നടക്കില്ലല്ലോ. പക്ഷെ ആളിപ്പോൾ ഭയങ്കര സൈലൻ്റാണ്. അടുത്തോട് ചെല്ലുമ്പോൾ അറിയാം എന്താ അവസ്ഥ. സാധാരണ മതപ്പാട് ഈ സൈഡിൽ ഇങ്ങനെ എന്തൊക്കെ കാണും, ഇപ്പം കാണുന്നില്ല. മേ ബി അപ്പുറത്തെ സൈഡായിരിക്കും. പിടിയാനയാ, അതാ കൊമ്പില്ലാത്തത്. ഇത് പിടിയാന, അതും പിടിയാന. ഞാൻ വിചാരിച്ചു ഇങ്ങനെ സ്ലിം ബ്യൂട്ടി ആയിട്ട് ഇരിക്കണം എന്താണ്. അപ്പോൾ കൊമ്പില്ല. ഈ ആശത്ത് പിടിയാനയാ. പേരെന്താണോ? തിരക്ക് കാരണം വെയിറ്റിംഗ് ആണ്. ഈ ചേട്ടൻ നൈസായിട്ട് ആനെ തൊട്ടോളം വേണ്ടുണ്ട്. ഞാൻ ഇവിടെ ആത്മസമീപനം പാലിക്കുന്ന കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടോ ഓട്ടോമാറ്റിക്കലി ഇവരും പ്രശ്നം ഉണ്ടാക്കും. സോ അതുകൊണ്ട് ചേട്ടൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം. ഇതാണ് നന്ദിനി ആന. അപ്പുറത്ത് വേറൊരു പിടിയാനയും കൂടി ഉണ്ട്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇവിടെ വേറൊരു ഹൈലൈറ്റ് എന്താ അറിയോ? ഇഷ്ടംപോലെ കൊക്കുണ്ട്. തൊടണോ? അയ്യോ, വേറൊരു അബദ്ധം പറ്റി വീണ്ടും. ആന ആദ്യമായിട്ടൊന്നുമല്ല തൊടണം. ഞാൻ പറഞ്ഞ ഈരാറ്റുപേട്ട അയ്യപ്പനെ ഞാൻ തൊട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. എഗെയിൻ കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് ഇവിടെ എറണാകുളത്ത് ഉത്സവത്തിനൊന്നും വന്നപ്പോൾ ഉദ്ദേശം അവർ പോകാൻ പറ്റിയില്ല. പിടിയാനെ തൊടണം ആദ്യമായിട്ടാണ് കേട്ടോ. ആൻഡ് ഷീ സോ ക്യൂട്ട്. നമ്മൾ ചെന്നപ്പോഴേക്കും തുമ്പിക്കൈ ഇങ്ങനെ എടുത്ത് കയ്യിലോട്ട് തന്നു. ചുരുട്ടി വലിച്ച് നിലത്തോട്ട് ഇടുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കാറ്റ് വാക്ക് നടത്തിയിട്ട് ഒരു എലിഫൻറ്റ് പോകുന്നുണ്ട്. കാറ്റ് വാക്ക് പോകല്ലോ. ഈ രണ്ട് സൈഡിലും ആരാണ്? പിടിയാനയാണ്. ബാക്കി അപ്പുറത്തൊക്കെ ഫുൾ കൊമ്പനാണ്. കൊമ്പന, പേരൊന്നും അറിയില്ല കൊമ്പന. പക്ഷെ എന്നാലും വേറൊരു കാര്യം, ഞാൻ എന്താ ഭയങ്കര ഹാപ്പി എന്നറിയോ? ഇതിപ്പോ ഒരു കാർഡ് എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളില്. കണ്ടോ, അത്യാവശ്യം എക്സ്പീരിയൻസ് ആണ്. കെട്ടിയിട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ കെട്ടിയിട്ടതൊരു വിഷയമാണ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മുടെ സിറ്റിയിലോട്ട് കൊണ്ടുവരുന്ന ഒരവസ്ഥയല്ല. ഇവരെ കുളിക്കാനും നടത്തിക്കാനൊക്കെ കൊണ്ടുപോകായിരിക്കും. 2 പിടിയാനയും ഉണ്ട്. ഒരു ഫോറസ്റ്റ് വൈബ് ഉണ്ട്. പിന്നെ ചങ്ങല എപ്പോഴും ചങ്ങല തന്നെയാണ്. അത് വേറൊരു വിഷയം കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ചുകൂടി വെയിലായിരിക്കാൻ ഇവിടെ ഇങ്ങനെ നടന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. അത് കണ്ടോ, ഡാൻസ് കളിക്കുന്നതാണ്, തലാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് എപ്പോഴും റീലിൽ വരാറുണ്ട്. ഞാൻ ആട്ടിക്കൊണ്ടിരിക്കും. ഞാനാണ് റീല് കണ്ടിട്ടുണ്ട് ഇതേപോലെ. അതാണിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന്
നമസ്കാരം. എൻ്റെ പാപ്പാൻ എവിടെയാണോ? അവർക്കൊക്കെ ഇൻഡിവിജ്വൽ പാപ്പന്മാരാന്ന് എനിക്ക് തോന്നണം. പക്ഷെ അതിന് ഇതില്ല, ചങ്ങലയില്ല. ഇതിലുള്ള ഒന്നിനും ചങ്ങലയില്ല. എനിക്ക് അങ്ങനെ അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ തോന്നണം. ആ പേര് നെയിം ടാഗ് വെച്ചിട്ടൊന്നും പേരും ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആനകളൊക്കെ വെറുതെ വെച്ചൊക്കെ, ചില ആനകൾക്ക് ഇത് അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ആളാന്ന് തോന്നുന്നു. കാരണം കുറിയുണ്ട്, കഴുത്തിൽ നെയിം ടാഗ് ഇടാനുള്ള സാധനമുണ്ട്. രസമുണ്ട്. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ട് വന്നെങ്കിലും എന്താ, ഐ എം ഹാപ്പി. ലൈക്ക് നല്ല ചില്ലവസ്ഥ. കുറേ നാൾക്ക് ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബൈ ബൈയാ. അടുത്തറിയുന്നുണ്ട് മിക്കവാറും. ഇവിടെ കണ്ട ഇത്ര ആനകളിലും ഇതിന്റെ കൊമ്പ് നല്ല കൊമ്പ്. കുളിക്കണ ഇഷ്ടമല്ല. നൈസ്. എനിക്ക് തോന്നി അത് എടുത്തറിയാനായിരുന്നു. ഈ സംഭവം കണ്ടോ ഗൈസ്? എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ആന ഇതിൻ്റെ ഉള്ളിട്ട് ലോക്ക് ചെയ്തിട്ടാണ് മെരുക്കുക. കാരണം മാറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് കുത്തി അതിനെ മെരുക്കും. ഈ തടി കഷ്ണത്തില്ലേ, ഇതൊക്കെ ചെറിയ അറിവാണേ. ഇതൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇപ്പം ഓവറായിട്ടുള്ള മതപ്പാട് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്ന സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിട്ടിട്ടായിരിക്കും ലോക്ക് ചെയ്യുക. ആ ഒരാൾ മാത്രം നോക്കണ്ടാവുള്ളൂ. ഞാൻ പുതിയതായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മറ്റു ആനകളായിട്ട് മെരുങ്ങാനും ഈ നാടായിട്ട് കാട്ടിൽ നിന്ന് നാടായിട്ട് മെരുങ്ങാനൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് സെറ്റാക്കുക. ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഇവർ ഇതേ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇരിക്കാനായിട്ട് യൂസ് ചെയ്യുമായിരിക്കും. നമ്മൾ ആനക്കൊട്ടിൽ കണ്ടു കഴിഞ്ഞു. ഐ എം വെരി ഹാപ്പി. പൊന്നും ഭയങ്കര ഹാപ്പിയാണ്. നന്ദിനി പിടിയാനെ തൊടാൻ പറ്റി, ബാക്കിയുള്ള ആനയൊന്നും തൊടാൻ പറ്റില്ല. പിന്നെ വേറൊരു ഡാൻസിങ് എലിഫൻ്റ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ചങ്ങലസ്വാമി എന്നുള്ള അവസ്ഥ വന്നത്. കാരണം അതിന് മതം പൊട്ടിണ്ടായിരുന്നു. കാൽ രണ്ടും ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടേക്കാണ്. ഇഷ്ടംപോലെ ആനകളുണ്ട് കേട്ടോ അതിൽ. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇങ്ങനെയല്ല. ആനകൾക്കൊക്കെ പേരുണ്ടാവും, കുഞ്ഞാനയൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചൊന്നും കുഞ്ഞാന ഉണ്ടായില്ല. ഒരാളുടെ പേര് നന്ദിനി, അത് പിടിയാന. പിന്നെ ഒരു സിദ്ധാർത്ഥൻ കണ്ടു, പിന്നെ ഒരു നന്ദനെ കണ്ടു. ഇത്രയും പേരെ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കിയുള്ളവരൊന്നും പേര് ഞാൻ കണ്ടില്ല. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്താന്നുണ്ടെങ്കിലും സോ ഹാപ്പി. ഇനി ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവാം. ഓക്കെ. ഞാൻ ഇന്ന് വന്നാന്നറിയോ, എന്നോ വന്നത് ആകർഷണൻ്റെ അടുത്ത്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. നമുക്ക് ആംബിയൻസ് ഒക്കെ മാറി ഇവിടെ. ഇപ്പോൾ വിഷുവായതുകൊണ്ട് ഫുൾ അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും. നല്ലൊരു പോസിറ്റീവ് വൈബായിട്ട് ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. കുറേ നാളുകളുടെ ഫൈനലി ഞാനിവിടെ എത്തി. പ്രശ്നം ചോദിക്കും എന്താ വഴിതെറ്റി വന്നോളൂ എന്ന്. ഇതെവിടെയത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ വലിയ ബ്ലോഗും കാര്യങ്ങളൊന്നും നടക്കില്ല. എന്നാലും നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അമ്പലം പുതുക്കി പണിയുണ്ട്. അതേ നോക്കിയ സ്റ്റീൽ റോഡൊക്കെ ഇട്ട് പൊന്നോണ്ട് അരങ്ങേറ്റം എവിടെ നടത്തണം എന്നുള്ള പ്ലാനിങ്ങില്ല. പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ അരങ്ങേറ്റം നടത്താൻ പറ്റിയുണ്ടാവുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ, വേറെ ലെവലോട്ടോ. ഒരു ആഗ്രഹമാണ് പൊന്നോണ്ട് അരങ്ങേറ്റം. എനിക്കോ പറ്റിയില്ല. അവളെങ്ങനെയും കളിക്കട്ടെ അല്ലേ പൊന്നോ? 2 സ്റ്റെപ്പ് എടുക്കുമ്പോഴേക്കും 2 ബർഗർ കഴിക്കണം. സോ ഗൈസ് ഞങ്ങൾ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചു. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ ഗുരുവായൂർ ആനക്കൊട്ടിൽ ട്രിപ്പ് ഹാപ്പിലി എൻജോയ് ചെയ്തു. സോ ബാക്ക് ടു കൊച്ചി. ഇനിയിപ്പം നമ്മൾ തൃശ്ശൂർ റൂട്ടാണ് പിടിച്ചിരിക്കുന്നത്. സമാധാനത്തിൻ്റെ പാതയാണ്. വന്ന വഴിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് നമ്മൾ തൃശ്ശൂർ റൂട്ടാണ് പിടിച്ചിരിക്കുന്നത്. പോണ വഴിക്ക് ഇനി ചെറിയ ചെറിയ കുട്ടി എന്തെങ്കിലും ഷോപ്പിംഗ്, അത്രേ ഉള്ളൂ. സ്ട്രെയിറ്റ് കൊച്ചി. താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഒക്കെ ചെയ്യുക. ഇനി അടുത്ത ഡേ 3 എന്ന് ഞാൻ പറയുന്നില്ല, വ്ളോഗ് 3 കമ്മിങ് വീഡിയോസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്, ബിഗ് ബോസ് റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ബെസ്റ്റ് പ്ലേസ് ഫോർ വ്ളോഗ് ആൻഡ് ഓൾ, ബെസ്റ്റ് ട്രാവൽ പ്ലേസ്, സ്പോട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ഗുഡ് ബൈ.